ഹലോ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ വാഴ കൊലച്ച് നല്ല നല്ല ഉഗ്രം കൊല ആയി. നല്ല അടിപൊളി കൊലയാണ് ആയത്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നല്ല അടിപൊളി കൊലയായത്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം വാഴ ഒടിഞ്ഞു വീഴുകയും കൊല ഇതേപോലെ ആവുകയും ചെയ്തു. എന്താണ് കാരണം എന്നറിയില്ല. പെട്ടെന്ന് വാഴ ഇങ്ങനെ ഒടിഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് കാറ്റും മഴയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് കണ്ട, വാഴയുടെ ഉൾഭാഗം കണ്ട, ഇതാണ് വാഴയുടെ രോഗം. എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, മനുഷ്യന്മാർക്കെല്ലാം വരുന്ന മാരക രോഗങ്ങൾ പോലെ തന്നെ വാഴക്കും ഇതേപോലെ പല രോഗങ്ങളുണ്ടാകും. ഇതാണ് വാഴയുടെ ഉൾഭാഗം. ഞാൻ കാമ്പെടുക്കാൻ ശ്രമിച്ചപ്പോൾ വാഴയുടെ ഉൾഭാഗം ഇതുപോലെ ആണ് കാണുന്നത്. ഇത് മാരകമായ എന്തോ രോഗം തന്നെയാണ്. കർഷകർക്ക് ഇത് കൃത്യമായി അറിയായിരിക്കും ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന്. വാഴയുടെ ഉൾഭാഗം ഇങ്ങനെ മോശമായിപ്പോയതുകൊണ്ടാണ് വാഴ ഒടിഞ്ഞു പോയിരിക്കുന്നത്. അല്ലാണ്ട് കാറ്റും മഴയും ഒരു കാരണവും ഉണ്ടായിട്ടില്ല. നല്ല വലിയൊരു കൊലയായിരുന്നു ആദ്യം ഉണ്ടായത്, പിന്നീട് ഈ അവസ്ഥയിലായി. അപ്പോൾ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? നമ്മളെ കർഷകർ അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. എന്താണ് ഇതിന് പരിഹാരം? കുറേ വാഴ ഇതേപോലെ നശിച്ചുപോയി. ഇപ്പോൾ കാമ്പെടുക്കാൻ, ഇതിൻ്റെ ഉള്ളിൽ കാമ്പുണ്ടാവുമല്ലോ, കാമ്പെടുക്കാൻ വേണ്ടി കാമ്പ് പോലും ഇതേപോലെ മാരകമായ രോഗം വന്നിട്ട് ചീഞ്ഞുപോയ അവസ്ഥയാണുള്ളത്. വാഴയുടെ ഉൾഭാഗം കണ്ടാൽ അറിയാം ഇത് എത്രത്തോളം ഭീകരമാണെന്ന്. ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലാണ് വാഴ ഒടിഞ്ഞു വീഴാനുണ്ടായത്. ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. കർഷകർക്ക് കൃത്യമായി ഇതിൻ്റെ മരുന്ന് അറിയായിരിക്കും. അവരൊന്ന് നമ്മൾക്ക് ഇത് പറഞ്ഞു തരണം. എന്താണ് ഇതിങ്ങനെ വാഴ നശിക്കാനുള്ള കാരണം, ഇതിനെന്താ മാർഗമെന്ന്.